ഇസ്രയേൽ ഇപ്പം ആക്രമണം യമനിലേക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൂതികളെ തീർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം തോന്നുന്നു. കഴിഞ്ഞ ദിവസം അങ്ങനെ ആക്രമണം നടത്തിയപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ തലവനൊക്കെ അവിടെ ഉണ്ടായിരുന്നു പറയുന്നത്. അപ്പോൾ ഇസ്രയേൽ എന്താണ് ഇനി ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്നത്? ഇല്ല, ഇസ്രയേൽ ഇത് നേരത്തെ പറഞ്ഞിരുന്നു. ഹമാസ് ഏകദേശം തീർന്നു എന്നായി കഴിയുമ്പോൾ ഞങ്ങൾ ഹിസ്ബുള്ളയെ ആക്രമിക്കും, ഹിസ്ബുള്ള തീർന്നു എന്നാകുമ്പോൾ ഞങ്ങൾ ഹൂത്തിയെയും ആക്രമിക്കും. നേരത്തെ തന്നെ അവർ പറഞ്ഞിരുന്നു. അവർ പ്രിയോറിറ്റൈസ് ചെയ്തിരുന്നു അവരുടെ ജോലി. ഫസ്റ്റ് ഹമാസ്, ദെൻ ഹിസ്ബുള്ള, ഹൂത്തി. ഈ ഹമാസിൻ്റെ കാര്യത്തിൽ ഹിസ്ബുള്ളയ്ക്കും ഹൂത്തിക്കും ഇടപെടേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. അവർ പണ്ട് മുതലേ ഇസ്രായേലിനുള്ള ശത്രുത ഇസ്രായേൽ അല്പം വീക്കായ നിമിഷത്തിൽ അങ്ങ് തീർക്കാം എന്നിവർ വിചാരിച്ചു. അതാണ് അവർക്ക് പറ്റിയ കാൽക്കുലേഷൻ മിസ്റ്റേക്ക്. ഇസ്രായേൽ അങ്ങനെ വീക്കൊന്നും ആയിരുന്നില്ല. അവർക്കൊരു അശ്രദ്ധ സംഭവിച്ചു കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി, കഴിഞ്ഞെന്ന് വെച്ചാൽ 2023. ആ പഴുത് നോക്കിയിട്ട് ഇവർ ഹമാസ് കയറി അടിക്കുകയും ബന്ദികളെ പിടിച്ചുകൊണ്ട് പോവുകയും 10,200 പേരെ, സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് സകല ക്രൂരകൃത്യങ്ങളും ചെയ്തു. അപ്പോഴാണ് ഇസ്രായേൽ പിന്നെ ഹമാസിനെ തീർത്തിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞിറങ്ങിയത്. അതിനിടയ്ക്ക് ഈ ഹിസ്ബുള്ളയും ഹൂത്തിയും ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അതുകൂടാതെ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾ അത് ഹൂത്തി ആക്രമിക്കാൻ തുടങ്ങി. പിന്നെ അതിലെ ആര് പോയാലും ഞാൻ ആക്രമിക്കും എന്നുള്ള രീതിയിലേക്ക് ഹൂത്തി വളർന്നു. അപ്പോൾ ഹൂത്തിക്ക് അടി കിട്ടും അമേരിക്കയും പറഞ്ഞതാണ്. ഹൂത്തികൾ മര്യാദയ്ക്ക് നിൽക്കണം, ഞങ്ങൾ തിരിഞ്ഞൊരൊറ്റ അടി വെച്ച് തന്നു കഴിഞ്ഞാൽ നിൻ്റെ പൊളി ഉണ്ടാവില്ല ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞു. ഈ കവലച്ചട്ടമ്പിയെ പോലെ എല്ലാവരെയും വെല്ലുവിളിച്ചൊക്കെ അവർ നിന്നു. ഇന്ത്യൻ നേവിയൊക്കെ ഇടപെട്ടു കപ്പലുകൾക്ക് സംരക്ഷണം കൊടുക്കാനായിട്ട് ഹൂത്തികളുടെ ആക്രമണത്തിൽ നിന്ന്. അപ്പോൾ അങ്ങനെ അവ ഹിസ്ബുള്ളയുമായിട്ട് വെടിനിർത്തൽ കരാറായി. സിറിയയിൽ മരണം നടന്നില്ല. സിറിയയിൽ മരണം നടക്കും എന്നറിഞ്ഞിട്ടാണ് ഹിസ്ബുള്ള ഇവിടെ വെടിനിർത്തൽ ഒപ്പിട്ടത് ഇസ്രായേലുമായിട്ട്. കാരണം അവിടെ നിന്ന് വേറെ അടി വരുന്നു. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും കൂടെ അടിക്കാനൊന്നും ഹിസ്ബുള്ളയ്ക്ക് ത്രാണിയില്ല. അതുകൊണ്ട് ഹിസ്ബുള്ള കീഴടങ്ങി ആ വെടിനിർത്തൽ കരാർ. ഇസ്രായേലും പറഞ്ഞു ശരി വെടിനിർത്തിയിരിക്കുന്നു. വെടിനിർത്തി എന്നൊക്കെ പറഞ്ഞെങ്കിലും അവിടെ ആ HTSകാരൻ സിറിയയിൽ കയറി വന്ന് വടക്കുന്ന് തെക്കോട്ടേക്ക് വന്നു തുടങ്ങി കഴിയുമ്പോൾ തെക്കുന്ന് ഇസ്രായേൽ വടക്കോട്ടങ്ങ് കയറി ചെല്ലുകയും ചെയ്തു. ഇപ്പോൾ സിറിയയുടെ നല്ലൊരു പോർഷൻ ഇസ്രായേലിൻ്റെ കയ്യിലായി, ലെബനൻ്റെ ഒരു പോർഷൻ ഇസ്രായേലിൻ്റെ കയ്യിലായി, ഇസ്രായേൽ വലുതായി. ഇപ്പം ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇസ്രായേൽ നോക്കുമ്പോൾ ശരി ഇനി ഹൂത്തിയെ ഒന്ന് ഡീൽ ചെയ്ത് കളയണം. അങ്ങനെയാണ് അവർ ഹൂത്തിയെ ആക്രമിക്കുന്നത്. ഹൂത്തിയെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ തകർത്ത് കളഞ്ഞു. ഇസ്രായേൽ ഈ പല്ലിന് പല്ല് എന്നുള്ളതല്ല അവരുടെ ന്യായം, പല്ലിന് താടി തന്നെ അടിച്ചു കളയും. അതാണ് ഇസ്രായേൽ കണ്ടു പഠിക്കണം ആ രാജ്യത്തെ. ഇപ്പോൾ അവിടുത്തെ പവർ സ്റ്റേഷന്, പോർട്ടുകൾ, അതുപോലെ തന്നെ ഈ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ഇതെല്ലാം തന്നെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ഈ ഹൂത്തികൾക്ക് ഒരു തിരിച്ചടിക്കാനുള്ള ശക്തി ഉണ്ടാവരുത്. മാത്രമല്ല ഇറാനിൽ നിന്നുള്ള ആയുധത്തിൻ്റെ സപ്ലൈ അതും ബ്ലോക്കായല്ലോ. അപ്പം ഹൂത്തികളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യം ഇല്ല, പൂർണ്ണമായിട്ടൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല. ഇതൊരു ജനുസാണല്ല, അതിനെ അങ്ങനെ പൂർണ്ണമായിട്ട് നമുക്കില്ല. ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് തീർക്കാൻ പറ്റില്ല, നിയന്ത്രിച്ച് നിർത്താനേ പറ്റുള്ളൂ. ചില രാജ്യങ്ങളിലായിട്ട് അവനെ ബ്ലോക്ക് ചെയ്തൊക്കെ നിർത്താം എന്നുള്ളതല്ലാതെ അത് പൂർണ്ണമായിട്ടൊന്നും പോവില്ല. കാരണം ഇതിന് പല രൂപങ്ങളുണ്ടാവും. നമ്മൾ ഈ കൊറോണ വൈറസൊക്കെ മാറി രൂപം മാറി വരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, പല വെർഷൻസ്. അപ്പോൾ ഇതിനും അങ്ങനെ പല വെർഷൻസ് ഉണ്ടാകും. ഇപ്പോൾ സിറിയയിൽ എത്ര തീവ്രവാദ ഗ്രൂപ്പുണ്ട് ആർക്കും അറിഞ്ഞുകൂടാ, എണ്ണാൻ പറ്റില്ല. അതുപോലെയാണ് ഈ ഹൂത്തികൾ. വേറൊരു പേരിൽ അൽ ഹൂത്തി എന്ന് പറഞ്ഞാൽ അടുത്ത സംഘടന ഉണ്ടാക്കും. അൽ ഉൽ എന്നൊക്കെ ചേർത്തിട്ട് ഒരുപാട് സംഘടന ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തീർന്നു പോകുന്നു വിചാരിക്കേണ്ട, പക്ഷേ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റും. ഇസ്രായേൽ അതാണ് നോക്കുന്നത്. ഇറാൻ ക്ഷീണിച്ചു കഴിഞ്ഞു. സിറിയയിൽ നോക്ക്, ഹിസ്ബുള്ളയ്ക്കും ഇറാനും ഒന്നും ചെയ്യാൻ പറ്റിയില്ല, റഷ്യയ്ക്കൊന്നും ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെയാണ് അസദിനെ ഓടി ഇറാനിൽ പോയി അഭയം പ്രാപിക്കേണ്ടി വന്നത്. അപ്പോൾ HTS കൂളായിട്ട് സിറിയ അങ്ങ് പിടിച്ചെടുത്തു. അല്ലെങ്കിൽ പരമ്പരാഗത വാഹനങ്ങൾ വെച്ച് നടന്ന അടുത്ത കാലത്തെ ഒരു യുദ്ധം പറഞ്ഞ് സിറിയയിൽ ഒരു യുദ്ധവിമാനവും ഉണ്ടായില്ല, മിസൈലില്ല, ഡ്രോണില്ല, ഒന്നുമില്ല. പഴയ ടാങ്കും പട്ടാളക്കാരനും അവൻ്റെ തോക്കും ഒക്കെ ആയിട്ടാണ് HTS സിറിയ കീഴടക്കിയത്. വളരെ കൺവെൻഷണൽ വാർ. ഒരുപക്ഷെ
80കളിലോ കഷ്ടിച്ച് 90 വരെയൊക്കെ നടന്ന യുദ്ധം. അതിൽ പോലും ഈ എയർ ഫയർ ഉണ്ടാകുമായിരുന്നു, വിമാനങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. ഇവർ വിമാനമേ ഉപയോഗിച്ചിട്ടില്ല. HTS സിറിയ കീഴടക്കാനായിട്ട് ഒരു വിമാനം ഇല്ല, ഒരു മിസൈൽ ഇല്ല, ഒരു ഡ്രോണെങ്കിലും ചെറിയൊരു ഓലപ്പടക്കമെങ്കിലും ഇല്ല. ഗ്രൗണ്ട് ഫോഴ്സ് മാത്രം വെച്ച്. അതാണ് അവരുടെ പ്രത്യേകത. എനിവേ, അത് വേറൊരു വിഷയമാണ്. ഹൂത്തികളെ അമർച്ച ചെയ്യുമെന്ന് നേരത്തെ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നു, അമേരിക്ക തീരുമാനിച്ചിരുന്നു. അമേരിക്കയുടെ ഫുൾ സപ്പോർട്ട് ഇസ്രായേലിനുണ്ട് ഈ ഹൂത്തികളെ തീർക്കാനായിട്ട്. ഇത് കൂടാതെ സൗദി അറേബ്യയുടെ സപ്പോർട്ടുമുണ്ട്. സൗദി അറേബ്യയാണ് ഏറ്റവും അധികം ഹൂത്തികളെ തല്ലിയിട്ടുള്ളൊരു രാജ്യം. സൗദി അറേബ്യയാണ്. അവർ തല്ലുകയും ചെയ്തു. എത്ര ഭീകരമായ ആക്രമണം നടത്തിയെന്ന് പറയാം യമനിൽ. എന്നിട്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോലും സൗദി അറേബ്യയെ സമ്മതിച്ചില്ല. സകല വാർത്താ ഏജൻസികളെയും അവർ വിളിച്ച് ബ്ലോക്ക് ചെയ്ത്, അവർക്ക് അതിനുള്ള സംവിധാനമുണ്ട്. അത് വെച്ചിട്ട് സൗദി അറേബ്യ യമനെ ആക്രമിക്കുന്നു എന്നുള്ള വിവരം ഏകദേശം 2 വർഷത്തോളം ഒരു പത്രക്കാരനും ഒരു ചാനലും ആരും റിപ്പോർട്ട് ചെയ്തില്ല. തല്ലുകൊണ്ട് വശകേടായി യമൻ. അപ്പോൾ സൗദി അറേബ്യയ്ക്കുണ്ട്, അവൻ രണ്ടെണ്ണം കിട്ടേണ്ടതാണ്. അപ്പോൾ ഈ സൗദിക്ക് വേണ്ടി അമേരിക്കയാണോ അറ്റാക്ക് ചെയ്യുന്നത്? സൗദിക്ക് വേണ്ടിയല്ല, അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ്, സൗദിക്ക് വേണ്ടിയിട്ടല്ല. കാരണം സൗദിക്ക് അക്കാര്യത്തിൽ അമേരിക്കയുടെ സഹായം ആവശ്യമില്ല. സൗദിയുടെ ഒരു അറ്റത്താണല്ലോ ഈ യമൻ, അയൽവക്കമാണ് രണ്ടും. അതുകൊണ്ട് അതിർത്തി കടന്ന് അങ്ങോട്ട് കയറി അടി കൊടുക്കാൻ സൗദിക്ക് എളുപ്പമാണ്. ആകെ എന്താണെന്ന് വെച്ചാൽ ഈ ഹൂത്തി എന്ന് പറയുന്നത് യമനിലെ ഒരു അനധികൃത തീവ്രവാദ ഗ്രൂപ്പാണ്. അതായത് യമനിലെ ഔദ്യോഗിക പട്ടാളമോ അങ്ങനെയൊന്നുമല്ല. ഈ പല രാജ്യങ്ങളിലും ഉണ്ടല്ലോ തികഞ്ഞ അരാജകത്വമാണ്. ഈ മുല്ലപ്പൂ വിപ്ലവം കൊണ്ടുവന്ന് ഇവരങ്ങോട്ടങ്ങ് നന്നാക്കി കളയും, ജനാധിപത്യം സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ സകല സ്ഥലത്തും അലമ്പായി. അൾജീരിയ, ടുണീഷ്യ, ലിബിയ, ഇറാഖ്, ഈജിപ്റ്റ്, ഇവരൊക്കെ ഈ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. എല്ലാം ശരിയാക്കുന്നു. കംപ്ലീറ്റ് ഈ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന തെമ്മാടികളുടെ കയ്യിലേക്ക് പോയി. അവിടെ ആരാ അധികാരത്തിലിരിക്കുന്ന ആർക്കും അറിയില്ല. ഇന്നിപ്പോൾ ഇന്ന ആളാണ് അധികാരത്തിലിരിക്കുന്നത് നമ്മൾ വായിച്ച് മനസ്സിൽ ഉറപ്പിച്ച് നാളെ നേരം വെളുക്കുമ്പോൾ അവനെ വെടിവെച്ച് കൊന്നിട്ട് അടുത്ത ആളിരിക്കുന്നതാണ്. ഇതാണ് അവസ്ഥ. പലപ്പോഴും ഈ സിറിയ, യമൻ, ഈ കുന്ത്രാണ്ടങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ എനിക്ക് പേടിയാണ്. കാരണം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഭരണമാറ്റം നടക്കും. ഇത് കഴിഞ്ഞ് നമ്മൾ ഈ വീഡിയോ നാട്ടുകാരെ കാണിക്കുമ്പോൾ അവർ ഹ്യൂമർക്ക് ഇതൊന്നും അറിയാൻ മേല, ഇതൊക്കെ പോയിട്ട് നാളെ എത്രയായി എന്ന് പ്രേക്ഷകർ നമ്മളെ കുറ്റം പറയുന്നത്. ഈ അത്രയ്ക്ക് ഫാസ്റ്റായിട്ടാണ് ഇവന്മാർ തമ്മിൽ കൊല്ലുന്നത്. ഇപ്പം ആരാരെ കൊന്നൊന്നും വല്ല പിടിയുണ്ടോ? വലിയ പ്രയാസമാണ്. ഈ അസദ് പോയതെപ്പോൾ ജൊലാനി വന്നതെപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് സംഭവിച്ചു കഴിഞ്ഞു. അസദാണ് സിറിയ ഭരിച്ചുകൊണ്ടിരുന്നത് പോലും. ഈ ഭരിച്ചുകൊണ്ടിരുന്ന ആൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഇല്ലാതാകുന്നത് എങ്ങനെ? ഇത്ര പെട്ടെന്ന് 6 മണിക്കൂർ കൊണ്ട് അവിടെ ശുദ്ധശൂന്യമാക്കുന്നവർ കംപ്ലീറ്റ് അവരുടെ കയ്യിലേക്ക് പോകും. ഇറാൻ അവിടെ പോയി ആർക്കും അറിയില്ല. ഇപ്പോൾ ഖമനൈ എന്താ ഒന്നും മിണ്ടാത്തത്? ഖമനൈ ജീവനോടെ ഉണ്ടോ? മരിച്ചു എന്നൊരു റിപ്പോർട്ട് വന്നിരുന്നു. അതിനുശേഷം അദ്ദേഹം ലൈവായിട്ട് TV-യിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. എന്നാൽ മരിച്ചു എന്ന് ഇറാൻ അനൗൺസ് ചെയ്തിട്ടുമില്ല. മറ്റ് രാജ്യങ്ങളൊക്കെ സൈലൻ്റാണ്. ആരും ഖമനയുമായിട്ട് സംസാരിച്ചെന്നോ ആരും അവകാശപ്പെടുന്നില്ല, ഒന്നുമില്ല. ഇതാണ് ഇറാൻ്റെ അവസ്ഥ. ഇറാൻ്റെ ആയുധശേഖരം സബ്സ്റ്റാൻഷ്യലി ഇസ്രായേൽ തകർത്ത് കളഞ്ഞു അന്നത്തെ ആക്രമണത്തിൽ. അപ്പോൾ ഇറാൻ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ നിർവാഹമില്ല. എല്ലാവരും ക്ഷീണിച്ചു. വാസ്തവത്തിൽ ഇതിൻ്റെ ഈ നമ്മളുടെ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് സമാധാനം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നു അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരാളെ അല്ലെങ്കിൽ വേറൊരാളിനെ തമ്മിൽ അടുപ്പിച്ച് ഇങ്ങനെ പോവുകയാണ് അവർ. ഓരോന്നോരോന്നായിട്ട് ഇസ്രായേലിനുള്ളിൽ ഗാസ, ഈ ഗാസയിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ ഗാസ എന്ന് പറഞ്ഞ ചെറിയ സ്ഥലത്തുണ്ടായ ഒരു പ്രശ്നം. ആ പ്രശ്നം ഇപ്പോൾ നോക്കൂ, അത് ലെബനനിലേക്ക് കയറി, ഇറാൻ അതിലിടപെടേണ്ടി വന്നു, സിറിയയിലേക്ക് കയറി, ഇപ്പോൾ യമനിലേക്ക് തിരിഞ്ഞു. റഷ്യ തൊട്ടില്ല എന്നുള്ള മട്ടിൽ നിൽക്കുന്നു.
ഈ അവസ്ഥയിലേക്ക് ഇത് വർദ്ധിപ്പിച്ച് കൊണ്ടുവരികയായിരുന്നു ഡീപ് സ്റ്റേറ്റ് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അങ്ങനെ പറയേണ്ടി വരും. ഇപ്പോൾ ഇസ്രായേലിൽ ഒരിക്കലും സമാധാനം കിട്ടരുത്, ഇതായിരിക്കും ആത്യന്തിക ലക്ഷ്യം? അല്ല. ഇതിപ്പോൾ ഈ ആയുധക്കച്ചവടം, അതിൻ്റെ ലോബി, അവരുടെയൊക്കെയാണ് ഏത് രീതിയിലും അവർക്ക് ലാഭമുണ്ടാകും. യുദ്ധം നടക്കുമ്പോൾ ആയുധം വിറ്റ് അതിൽ നിന്നുള്ള കാശ്, യുദ്ധം കഴിഞ്ഞിട്ട് വെടിനിർത്തൽ എന്നൊക്കെ പറഞ്ഞ് നടത്തിയിട്ട് ഈ വെടി തുടങ്ങുന്നത് നിർത്തുന്നത് ഇവൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് റീകൺസ്ട്രക്ഷൻ, അതിന് ഇരുമ്പ്, സിമൻറ്റ്, അത് ഇതൊക്കെ വേണം. അപ്പോൾ അതിൻ്റെ കച്ചവടവും ഇവന് തന്നെ. ഇങ്ങനെ കച്ചവടക്കാർ ഈ യുദ്ധം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് മുതലെടുക്കുന്ന സമ്പ്രദായമുണ്ട്. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടിക്കെട്ട്. ഇപ്പം ഞാനും സിനിജിയും തമ്മിലാണ് അടുപ്പിക്കേണ്ടതെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഫോൾട്ട് ലൈൻസ് നോക്കും. നമ്മളുടെ ജാതി, എൻ്റെ പരമ്പരയിൽപ്പെട്ട ആരോ ഒരാൾ സിനിജിയുടെ പരമ്പരയിൽപ്പെട്ട ഒരാളിനെ പണ്ട് തല്ലിയിട്ടുണ്ടെന്നൊക്കെയുള്ള ചരിത്രം ഇനി അങ്ങനെ ഇല്ലെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുസ്തകമൊക്കെ ഇറക്കി അത് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാനൊക്കെ വെച്ച് അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ തമ്മിൽ അടിയാം. ദിസ് ഈസ് ദ ടെക്നിക്ക്. അപ്പോൾ ഈ ഹൂത്തികൾ എന്തായാലും തീർന്നു കിട്ടാതെ ഈ പ്രശ്നമൊന്നും അവസാനിക്കില്ല. ഹൂത്തികൾ തീരുമൊന്നുമില്ല. പക്ഷേ പ്രശ്നം ഈ പറഞ്ഞ ഇതിനകത്ത് കളിക്കുന്ന ശക്തികൾ അത് എങ്ങോട്ട് തിരിയും എന്നുള്ളത് ഇനിയിപ്പോൾ ജനുവരി 20 കഴിയുമ്പോൾ നമുക്കറിയാം. കാത്തിരിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.